ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ചില രഹസ്യങ്ങളും വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു നെഗറ്റീവ് ഫീലിങ്ങിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണണം കേട്ടോ. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ വരുന്ന കൺഫ്യൂഷൻ, എന്താണ് ആ നെഗറ്റീവ് ഫീലിംഗ്? നമ്മളിൽ പലർക്കും ഓരോ ഡ്രീംസ് ഉണ്ടല്ലേ. ഒരു പക്ഷേ അതൊരു ബിസിനസ് ആകാം, അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്ത് ആകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ആകാം. നമ്മൾ ഈ ഗോൾസ് നേടിയെടുക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള സ്പിരിച്വൽ പ്രാക്ടീസുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? വിഷ്വലൈസേഷൻ. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നടന്നു കഴിഞ്ഞതായിട്ട് മനസ്സിൽ വ്യക്തമായിട്ട് കാണുക. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു ഡൗട്ട് ഉള്ളിൽ നിന്നും വരുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ. കാരണം ഇതൊരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആണ്. ഈ ഫീലിംഗ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതിനെ ഡീൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ മനസ്സ് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. ഇതിൽ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഇതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ജനിച്ച സമയം മുതൽ ഇന്ന് വരെ നമ്മൾ കണ്ടതും കേട്ടതും വിശ്വസിച്ചതുമായ എല്ലാ തോട്ട്സും, അതായത് എല്ലാ ചിന്തകളും അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ പണം ഉണ്ടാക്കാൻ പറ്റൂ എന്ന് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നത് വെറുതെയാണെന്നും അതൊന്നും നടക്കില്ലെന്നും ചിലർ പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ നമ്മൾ വളർന്ന കണ്ടീഷൻസോ കാരണം ഇതൊക്കെ എനിക്ക് അന്യമാണ് എന്നൊരു ഫീലിംഗ് മൈൻഡിൽ ഫീഡായിട്ടുണ്ടാവാം. ഇതാണ് നിങ്ങളുടെ പഴയ പ്രോഗ്രാം. ഇപ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാണ്, ഞാനിപ്പോൾ 1,00,000 രൂപ സാലറി ഉള്ള ഒരു ജോലിയിൽ ഇരിക്കുന്നു. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ പഴയ പ്രോഗ്രാം എടുത്ത് ചെക്ക് ചെയ്യും. ആ പ്രോഗ്രാമിൽ ഈ പുതിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് അത് പറയുന്നു, ഇല്ല, ഇത് തെറ്റാണ്. ഈ ഒരു റിജക്ഷനാണ് നമ്മളുടെ ഉള്ളിൽ വരുന്ന ഒരുതരം ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഡൗട്ടോ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ വീക്ക് ആയതുകൊണ്ടൊന്നും അല്ല, മറിച്ച് നിങ്ങളുടെ മൈൻഡ് പുതിയൊരു ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിന് സൊല്യൂഷൻ വേണ്ടേ? ഇപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ഫീലിംഗ് നമ്മുടെ പഴയ പ്രോഗ്രാമിൻ്റെ സൗണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ എങ്ങനെ മാറ്റും? പുതിയ പ്രോഗ്രാം അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പുതിയതും പോസിറ്റീവുമായ ചിന്തകളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിഷ്വലൈസേഷൻ നിർത്തരുത്. ഇവിടെയാണ് നിങ്ങളോട് പറയാനുള്ള മെയിൻ പോയിന്റ്. വിഷ്വലൈസേഷൻ ഒരു കാരണവശാലും നിർത്തരുത്. നിങ്ങൾ ആ ഫീലിംഗ് ഇഗ്നോർ ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള ട്രിക്ക് ഇതാണ്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നടക്കുമോ എന്നൊരു ഡൗട്ട് വരും. ആ ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ അതിന് ഓപ്പോസിറ്റുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം മനസ്സിലേക്ക് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരണം. അപ്പോൾ ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട്, ഈ ലോൺ എനിക്ക് അടയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഓപ്പോസിറ്റ് തോട്ട് എന്തായിരിക്കും വരേണ്ടത്? എൻ്റെ ബിസിനസ് സക്സസ്ഫുൾ ആണ്, എനിക്ക് ആവശ്യത്തിലധികം പണമുണ്ട്, ഞാൻ എന്തായാലും ലോൺ അടയ്ക്കും. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പോസിറ്റീവ് തോട്ട്സിനെ ഉള്ളിലേക്ക് വിട്ടാൽ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പുതിയ പാത്ത് ഉണ്ടാക്കും. ആദ്യം അത് റെസിസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ ദിവസവും ഡെഡിക്കേഷനോടുകൂടി ഇത് ചെയ്യുമ്പോൾ ആ പുതിയ പാത്ത് സ്ട്രോങ് ആകും. പഴയ പ്രോഗ്രാം പതുക്കെ വീക്കായി പോകും. ഇനി വിഷ്വലൈസേഷനോടൊപ്പം നിങ്ങളുടെ അഫർമേഷൻസ് ഉപയോഗിക്കാം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്ന് കഴിഞ്ഞതായിട്ട് ഉറക്കെ വിശ്വാസത്തോടെ പറയുക. ഞാൻ സന്തോഷവാനും ആരോഗ്യവാനുമാണ്, എല്ലാ ഓപ്പർച്യൂണിറ്റീസും എന്നെ തേടി വരുന്നു, ഞാൻ ഫിനാൻഷ്യലി ഫ്രീ ആണ്. ഈ അഫർമേഷൻസ് ഒരു മന്ത്രം പോലെ ദിവസവും ആവർത്തിക്കുമ്പോൾ ആ പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങളുടെ എനർജി ലെവലിനെ ഉയർത്തും. നിങ്ങളൊരു ഹയർ ഫ്രീക്വൻസിയിൽ എത്തിച്ചേരും. ഈ ഹൈ ഫ്രീക്വൻസിയിൽ ഇരിക്കുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും.
ഇനി നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെയും ഡൗട്ടിനെയും റിലീസ് ചെയ്യാനുള്ള അടുത്ത വഴി മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ശാന്തമാകും, സ്ട്രെസ് കുറയും. മെഡിറ്റേഷനിലാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഡോറ് തുറക്കുന്നത്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഡൗട്ടുകളെ, അതായത് നെഗറ്റീവ് തോട്ട്സിനെ ഒരു ക്ലൗഡായിട്ട് കാണുക, അതായത് മേഘമായിട്ട് കാണുക. ആ ക്ലൗഡ് മെല്ലെ ആകാശത്തിലേക്ക് അലിഞ്ഞു പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ സ്പിരിച്വൽ ജേണിയിൽ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു ചെറിയ ഫീലിംഗ് ഒരു നല്ല സൈനാണ്. കാരണം നിങ്ങൾ പ്രോഗ്രാം ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു വലിയ കപ്പൽ ഡയറക്ഷൻ മാറ്റുമ്പോൾ ആദ്യം ഒരു കുലുക്കം ഉണ്ടാവില്ലേ, അതുപോലെയാണ് ആ കുലുക്കം കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പൂർണ്ണമായിട്ട് മാറും. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ സന്തോഷം, ആ ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. കൺഫ്യൂഷൻ വരുമ്പോൾ ചിന്തിക്കുക, ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യില്ല, എൻ്റെ ഗോള് ഞാനത് നേടിയിരിക്കും. എല്ലാവരും ഫോക്കസ് ചെയ്യുക, ബാലൻസ് ചെയ്യുക. നിങ്ങളെല്ലാവരും യൂണിവേഴ്സൽ എനർജിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. നിങ്ങളുടെ ശക്തി വളരെ വലുതാണ്. നിങ്ങൾ വിചാരിക്കുന്നതിലും എളുപ്പം നിങ്ങളുടെ ഡ്രീംസ് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്